പ്രിയങ്കയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ സ്കൂളിലെ അഡ്മിഷൻ ഒന്ന് ശരിയാക്കി തരണേ. അതിന് ഞാൻ ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ അല്ലല്ലോ മോളെ. ആ സർ. എന്താടോ, സ്കൂളിലെ സീറ്റ് ശരിയാക്കി തരാൻ ദേവിയോട് പറയാ. എത്രയോ പേരെ ഇതുപോലെ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കൊക്കെ സീറ്റ് ശരിയാക്കി തരാൻ ദേവിയെ കൊണ്ട് പറ്റുമോ? സാറ് കളിയാക്കൊന്നും വേണ്ട. നിങ്ങൾ ഈ ഭക്തന്മാരുണ്ടല്ലോ, സത്യത്തിലേ സെൽഫിഷ. ഈ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയുള്ളതാ ദൈവങ്ങള്. അതിന് മുമ്പിൽ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിയതാ എന്ന് പറയുമ്പോ സത്യത്തിൽ നിങ്ങൾ സ്വാർത്ഥരല്ലേ? ഞാൻ ദേവിയോട് തന്നെ ചോദിക്കാം. എന്താ ഇവിടുന്ന് മാറി നിന്നേ. കള്ളു കുടിച്ച് ദേവിയുടെ മുൻപിൽ നിൽക്കണ്ട. നിത്യേന ഞാൻ കള്ളു കുടിച്ചിട്ട് ഈ റൂമിലല്ലേ കിടന്നുറങ്ങുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരു ഫോട്ടോയിൽ എന്തിരിക്കുന്നു നന്ദിനി? ദേവി ഈ ലോകം മുഴുവനുണ്ടല്ലോ. പിന്നെ ഈ ലോകത്തൊരാൾക്കും കള്ളു കുടിക്കാൻ പറ്റില്ലേ? സർ, വേറെ കാര്യത്തിൽ തർക്കിക്കുന്ന പോലെ അല്ല കേട്ടോ. ദേവിയുടെ കാര്യത്തിൽ തർക്കിച്ച ഞാൻ സമ്മതിക്കില്ല.